നമസ്കാരം. എന്റെ വാർത്തയിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസിന്റെ ശക്തികളിലൊന്നാണ് ജോസഫ് വിഭാഗം. UDFന്റെ ഘടകകക്ഷികളിൽ പ്രാധാന്യവുമുണ്ട് ജോസഫ് ഗ്രൂപ്പിന്. അതുകൊണ്ട് തന്നെ വരുന്ന 2026 തിരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കുമെന്നത് വലിയ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. തെക്കൻ കേരളവും മധ്യ കേരളവും ഇതിൽ പ്രാധാന്യമർഹിക്കുന്നു. മധ്യ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ജോസഫ് ഗ്രൂപ്പിനെ മാത്രം പരിഗണിച്ചാൽ പോരാ എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട്. നിലവിൽ 2 MLA-മാരും 1 MP-യുമാണ് ജോസഫ് വിഭാഗത്തിനുള്ളത്. PJ ജോസഫും മോൻസ് ജോസഫുമാണ് നിലവിൽ MLA-മാർ. ഫ്രാൻസിസ് ജോർജാണ് പാർട്ടിയെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്നത്. 2021 മത്സരിക്കാൻ 9 സീറ്റ് കൊടുത്തിട്ടും പ്രതീക്ഷിച്ച അത്രയും വിജയം നേടാൻ ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞില്ല. ഇവിടെയാണ് ജോസ് കെ മാണി എന്ന പേര് ഉയർന്നു വരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നണിയിൽ നിന്നും മത്സരിച്ച ജോസ് കെ മാണി വിഭാഗത്തിന് 5 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമായിരുന്നു. ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി, റാന്നി എന്നിവയായിരുന്നു അത്. പല മണ്ഡലങ്ങളിലും ജോസഫ് വിഭാഗങ്ങൾ ഏറ്റുമുട്ടി. ചങ്ങനാശ്ശേരിയിലും ഇടുക്കിയിലും മാണി ഗ്രൂപ്പാണ് വിജയിച്ചത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ മാത്രമായിരിക്കും കേരള കോൺഗ്രസിന് നൽകുക. ജോസഫ് വിഭാഗത്തിലെ നിലവിലെ സീറ്റായ കടുത്തുരുത്തി കോൺഗ്രസ് നേരിട്ട് മത്സരിക്കാനാണ് സാധ്യത. KPCC ഭാരവാഹി ജോസഫ് വാഴക്കൻ കടുത്തുരുത്തിയിലും മോൻസ് ജോസഫ് ഏറ്റുമാനൂരിലുമായിരിക്കും മത്സരിക്കുക. തൊടുപുഴയിൽ PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫ് മത്സരിക്കാനാണ് സാധ്യത. കോതമംഗലത്ത് ജോസഫ് വിഭാഗം വിജയിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക. കാരണം തെരഞ്ഞെടുപ്പിൽ ഷിബു തെക്കുംപുറം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ജനങ്ങളിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.